ഭൂമിയിൽ കോടാനുകോടി ജീവജാലങ്ങളുണ്ട്. അതിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ കേമന്മാരാണ്. ആകാശത്തും കടലിലും കരയിലുമൊക്കെ ആധിപത്യം ഉണ്ടാക്കിയെടുത്ത, ആകാശത്തേക്ക് തല ഉയർത്തി നടക്കുന്ന സവിശേഷ ജീവിയാണ് മനുഷ്യൻ. അപ്പം ഭൂമിയിലെ കേമന്മാരായ ഈ മനുഷ്യർക്കിടയിലാണ് ഈ പ്രവാചകന്മാരും വേദങ്ങളുമൊക്കെ ഉള്ളത്. നേരത്തെ പറഞ്ഞ മറ്റു കോടാനുകോടി ജീവജാലങ്ങൾ വേറെയുണ്ട്, അവയ്ക്കിടയിലൊന്നും പ്രവാചകന്മാരില്ല, വേദഗ്രന്ഥങ്ങളുമില്ല. പക്ഷെ അവ മനോഹരമായി ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ കേമന്മാരായ മനുഷ്യർക്കിടയിൽ എന്തിനാണ് പ്രവാചകന്മാർ? ഈ ഒരു യാഥാർത്ഥ്യം, അതിൻ്റെ ഒരു ആവശ്യം വ്യക്തമാകുന്നതോടുകൂടിയാണ് പിന്നെ പറയുന്ന കാര്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രസക്തി ഉണ്ടാവും. അപ്പം എങ്ങനെയാണ് വെളിച്ചമാവുക എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വഴിയിൽ വീണ് കിടക്കുന്ന ഒരു സ്വർണ്ണമോതിരം കാണണമെങ്കിൽ വെളിച്ചം ആവശ്യമാണ്, അല്ലെ? വെളിച്ചം നിർബന്ധമാണ്. പക്ഷേ ആ വീണ് കിടക്കുന്ന സ്വർണ്ണമോതിരം എൻ്റേതല്ല, അതെനിക്ക് അവകാശപ്പെട്ടതല്ല, അത് മറ്റാരുടേതോ ആണ് എന്നറിയണമെങ്കിൽ വെളിച്ചം മാത്രം മതിയാവുകയില്ല. അതറിയണമെങ്കിൽ മനുഷ്യനാവശ്യം ഉൾവെളിച്ചമാണ്. ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ഈ ഉൾവെളിച്ചം, ഈ ഉൾവെളിച്ചം നഷ്ടപ്പെട്ടാൽ പിന്നെ അറിവുള്ളവനും കള്ളനായിട്ട് മാറും, മനുഷ്യൻ മനുഷ്യനല്ലാതായിട്ട് മാറും. സ്വന്തം അമ്മയെ അല്ലെങ്കിൽ സഹോദരിയെ വെളിച്ചത്തിൽ മാത്രം കണ്ടാൽ ഒരു സ്ത്രീ മാത്രമായിരിക്കും. വെളിച്ചത്തിൽ മാത്രം കാണുമ്പോൾ ഒരു സ്ത്രീ മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ സമീപനങ്ങൾ മാറും. അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യൻ സമീപനങ്ങൾ മാറി, അല്ലേ, അധപ്പതനത്തിൻ്റെ അങ്ങേ അറ്റത്തെത്തുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാത്ത ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടും. അപ്പം ആ ഇരിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് ഒരു സ്ത്രീ മാത്രമല്ല, അതെൻ്റെ അമ്മയാണ്, അതൊരു സ്ത്രീ മാത്രമല്ല, അതെൻ്റെ സഹോദരിയാണ് എന്നൊരാൾക്ക് മനസ്സിലാകണമെങ്കിൽ ഉണ്ടാവേണ്ടത് ഉൾവെളിച്ചമാണ്, തിരിച്ചറിവാണ്. ഈ ഉൾവെളിച്ചത്തിൻ്റെ അഭാവത്തിൽ മനുഷ്യൻ മനുഷ്യനല്ലാതായിട്ട് മാറുമെന്നതാണ്. ഈ ഉൾവെളിച്ചത്തെ ഊതിക്കെടുത്താനുള്ള ശ്രമമാണ് അറിഞ്ഞും അറിയാതെയും, അല്ലെ, നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വരെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. കുടുംബങ്ങളിൽ അതിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. കുറച്ചുകൂടി കഴിയുമ്പോൾ അതിൻ്റെ ദുരന്തം നമ്മൾ യഥാർത്ഥത്തിൽ തന്നെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, പശ്ചാത്തലത്തിൽ, ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ്, അല്ലെ, വെളിച്ചമാവുക പ്രവാചകൻ, ഇത് വിശദീകരിക്കപ്പെടുന്നത്. മാത്രമല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പരിമിതി എന്ന് പറയുന്നത് വിശകലനം ചെയ്യുമ്പോഴാണ് മനുഷ്യർക്ക് വഴികാട്ടിയുടെ, പ്രവാചകന്മാരുടെ, അല്ലെ, വേദഗ്രന്ഥങ്ങളുടെ ഒക്കെ ഒരു ആവശ്യം നമുക്ക് ശരിക്കും മനസ്സിലാവും. മനുഷ്യൻ്റെ പരിമിതി എന്ന് പറയുന്നത് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പൂച്ചക്കുട്ടിയുടെ മുമ്പിൽ, അല്ലെ, സ്വന്തം മലവും മത്തിത്തലയും വെച്ച് കൊടുത്താൽ ഈ പൂച്ചക്കുട്ടി ഈ മത്തിത്തലയെ കടിക്കുള്ളൂ. അതേ സമയത്ത് ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ മുമ്പിൽ സ്വന്തം മലവും പലഹാരങ്ങളും വെച്ച് കൊടുത്താൽ, ഇപ്പോൾ മുട്ടിലഴിഞ്ഞ് നടക്കുന്ന ഒരു കുട്ടിയാണ് സങ്കല്പിക്കുക, ആ കുഞ്ഞ് ഇത് രണ്ടും കഴിക്കും. ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ ഒരു പണി ചെയ്യില്ല, സ്വന്തം മലം വാരി വിഴുങ്ങുകയില്ല. ഒരു പൂച്ചക്കുട്ടി, ഒരു കോഴിക്കുട്ടി, ലോകത്തിലുള്ള ഒരു ജീവിയും സ്വന്തം മലം വാരി വിഴുങ്ങൂല. കാരണം അവയ്ക്കറിയാം അവയുടെ അന്നമേത. ഏത് കഴുതയ്ക്കും അറിയാം അവയുടെ അന്നമേതാണെന്ന്. പക്ഷെ ഒരു മനുഷ്യക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവനോട് ആ സന്ദർഭത്തിൽ മോനെ അല്ലെങ്കിൽ മോളെ അരുത് എന്ന് പറയണം. അതിനാണ് സാങ്കേതിക ഭാഷ, ദൈവിക അധ്യാപന പ്രകാരം അതിൻ്റെ സാങ്കേതിക ഭാഷയിൽ പറയുക ഹറാം എന്ന് പറയും. അത് മനുഷ്യൻ ജീവിതത്തിൽ നിർവഹിക്കാൻ പാടില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും. അത് പാലിക്കുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനായിട്ട് മാറുക. കാരണം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള അന്നപാനീയങ്ങളിൽ അടക്കം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും എന്തുണ്ട്, അരുതാത്ത കാര്യങ്ങളുണ്ട്. അപ്പം ഇത് മനുഷ്യനെ പ്രത്യേകം തന്നെ പഠിപ്പിക്കണം. മറ്റ് ജീവജാലങ്ങളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്.
ഒരു പൂച്ചയ്ക്കറിയാം എങ്ങനെയാണ് പൂച്ചയായിട്ട് ജീവിക്കേണ്ടത്. ഒരു പട്ടിക്കുട്ടിക്ക് അറിയാം ഒരു പട്ടിയായിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഏത് കഴുതയ്ക്കും അറിയാം കഴുതയായി ജീവിക്കാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മനുഷ്യനായി ജീവിക്കേണ്ടത് എന്ന് ജന്മസഹജമായി തന്നെ ആ ഒരറിവ് നൽകപ്പെട്ടിട്ടില്ല. അതവന് വേറെ തന്നെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാരെ ദൈവം നിയോഗിച്ചത് എന്നാണ്. മറ്റ് ജീവജാലങ്ങളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഹറാമും ഹലാലും അനുവദനീയവും നിഷിദ്ധവും ഒക്കെ പഠിപ്പിച്ചാണ് വിട്ടത്. മനുഷ്യനെ പക്ഷെ അങ്ങനെയല്ല, അത് മനുഷ്യനെ പഠിപ്പിക്കുക എന്നത് ഒരനിവാര്യതയാണ്. ഇതിനുവേണ്ടിയാണ് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട പല കാരണങ്ങളിൽ ഒന്നിതാണ്. മറ്റൊന്ന്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാൻ പറ്റും, ഈ ഗൗരവത്തോടു കൂടി ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യനെ ഒരു തമാശയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതാവാൻ ഒരു സാധ്യതയില്ല. എന്തോ ഒരു ഗൗരവതരമായ ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മെ തന്നെ ഒന്ന് നോക്കി വിശകലനം ചെയ്താൽ അറിയാൻ പറ്റും. ഇപ്പം നമ്മളുടെ ഓരോ ശരീരത്തിലെ അവയവങ്ങളെടുത്ത് നോക്കിയാലും എല്ലാത്തിനും ഉദ്ദേശങ്ങളുണ്ടല്ലോ. കണ്ണുകൾ കാണാൻ വേണ്ടിയാണ്, കാലുകൾ നടക്കാൻ വേണ്ടിയാണ്, കാതുകൾ കേൾക്കാൻ വേണ്ടിയാണ്, ഇങ്ങനെ എല്ലാത്തിനും ഉദ്ദേശങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്ത ഉദ്ദേശങ്ങളോട് കൂടിയ അവയവങ്ങളെല്ലാം ചേർത്ത് കൊണ്ടൊരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അവയവങ്ങളൊക്കെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ചെറിയ ചെറിയ ഉദ്ദേശങ്ങളെക്കാളൊക്കെ വലിയൊരു ഉദ്ദേശം ആകെ മൊത്തം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുണ്ടാവും. ഇത് സ്വാഭാവികമാണല്ലോ. സാധാരണ പറയാറുള്ളൊരു തത്വമാണെന്ത്, അംശങ്ങളിൽ ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ സാകല്യത്തിൽ അതിനേക്കാൾ വലിയ ഉദ്ദേശം ഉണ്ടാവുന്നു. അപ്പം ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഉദ്ദേശം ഉണ്ടാവും. അത് എളുപ്പം മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു ഉദാഹരണം, നമ്മളൊരു ക്ലോക്ക് ഉദാഹരണമായിട്ട് എടുക്കുക. ക്ലോക്കിന് വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്, ഒക്കെ വ്യത്യസ്ത ഉദ്ദേശങ്ങളോട് കൂടിയുള്ളതാണ്. ഇപ്പോൾ മണിക്കൂറുകളെ സൂചിപ്പിക്കുന്ന സൂചിയുടെ ഉദ്ദേശമല്ല മിനിറ്റുകളെ സൂചിപ്പിക്കുന്ന സൂചിക്കുള്ളത്, ആ ഉദ്ദേശമല്ല സെക്കൻഡുകളെ സൂചിപ്പിക്കുന്ന സൂചിക്കുള്ളത്. ഇങ്ങനെ ഓരോ ഭാഗങ്ങൾക്കും വ്യത്യസ്ത ഉദ്ദേശങ്ങളാണ്. ഇങ്ങനെ വ്യത്യസ്ത ഉദ്ദേശങ്ങളോട് കൂടിയ ഭാഗങ്ങളെല്ലാം ചേർത്ത് കൊണ്ടൊരു ക്ലോക്ക് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഭാഗങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശങ്ങളെക്കാളൊക്കെ വലിയൊരു ഉദ്ദേശം ആകെ മൊത്തം ക്ലോക്ക് ഉണ്ടാക്കിയതിൻ്റെ പിന്നിലുണ്ടാവും. അത് ഉറപ്പാണല്ലോ. പക്ഷെ എന്തിനാണ് ക്ലോക്ക് ഉണ്ടാക്കിയത് എന്ന് ക്ലോക്കിനറിയില്ല. പിന്നെ ആർക്കാണ് അതറിയുക? അതറിയുന്നത് ക്ലോക്ക് ഉണ്ടാക്കിയ മനുഷ്യനാണ്. എന്നതുപോലെ മനുഷ്യൻ എന്തിനെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് മനുഷ്യൻ അറിയില്ല. പിന്നെ ആർക്കാണത് അറിയുക? സ്വാഭാവികമായും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന്, സൃഷ്ടാവിനാണതറിയുക. അപ്പോൾ മനുഷ്യൻ എന്തിനു സൃഷ്ടിക്കപ്പെട്ടു എന്ന് ആര് പറയണം? സൃഷ്ടിച്ച ദൈവം തന്നെ പറയണം. വേറെ ആര് പറഞ്ഞാലും അത് ഊഹങ്ങൾ മാത്രമായിരിക്കും. സൃഷ്ടിച്ച ദൈവം തന്നെ പറയണം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അതിൻ്റെ ഉദ്ദേശം എന്താണ്. ഈ അർത്ഥത്തിൽ മാത്രമല്ല, എന്തിനാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ചോദിക്കാൻ കഴിയുന്ന എനിക്ക് അത് അറിയാൻ അവകാശമുണ്ട്. അതുകൊണ്ട് അതിന് ഉത്തരം നൽകാൻ എൻ്റെ സൃഷ്ടാവ്, എൻ്റെ ദൈവം എന്നോട് ബാധ്യസ്ഥൻ കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് തന്നെ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത് ആ അർത്ഥത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രവാചകന്മാരെ, ദൈവദൂതന്മാരെ നിയോഗിച്ചു എന്നാണ്. അങ്ങനെ ധാരാളം പ്രവാചകന്മാരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി നിയോഗിച്ചു. ഖുർആൻ പറയുന്നുണ്ട്, വലക്കത് ബഅ്സന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ എന്ന് പറഞ്ഞാൽ എല്ലാ സമൂഹങ്ങളിലും പ്രവാചകന്മാർ, ദൈവദൂതന്മാർ വന്നിട്ടുണ്ട്. മുഹമ്മദ് നബി പറയുന്നുണ്ട്, 1,00,000-ൽ പരം പ്രവാചകന്മാർ മുഹമ്മദ് നബിക്ക് മുമ്പ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി വന്നു. ഇവരൊക്കെ ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്ന്, ഒരൊറ്റ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് വന്ന ദൂതന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇവരാരും പുതിയ പുതിയ കാര്യങ്ങളല്ല പറഞ്ഞത്, എല്ലാവരും പറഞ്ഞത് ഒറ്റ കാര്യമാണ്. അത് മാറുന്ന സമൂഹത്തിൽ മാറാത്ത മൂല്യങ്ങളാണ് എല്ലാ പ്രവാചകന്മാരും എല്ലാ കാലത്തും പറഞ്ഞത്. ആ പൂർവ്വ പ്രവാചകന്മാരിലൂടെ ഒക്കെ പഠിപ്പിക്കപ്പെട്ട അധ്യാപനത്തിൻ്റെ പൂർത്തീകരണമാണ് മുഹമ്മദ് നബിയിലൂടെ, അന്ത്യപ്രവാചകനിലൂടെ. അത് മുഹമ്മദ് നബി ഇങ്ങനെ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അന്ത്യപ്രവാചകനാണെന്ന്. അപ്പോൾ പ്രവാചകൻ പുതിയൊരു കാര്യം പഠിപ്പിക്കാനല്ല വന്നത്, മുൻകാല പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ചതെന്തോ അത് പഠിപ്പിക്കാൻ തന്നെയാണ് വന്നത്. അപ്പോൾ മുഹമ്മദ് നബിക്ക് തൊട്ട് മുമ്പ് വന്ന പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി തന്നെ പഠിപ്പിക്കുന്നതനുസരിച്ച് ഈസ നബി അല്ലെങ്കിൽ യേശു ക്രിസ്തു. അതിന് തൊട്ട് മുമ്പ് വന്ന മറ്റൊരു പ്രവാചകനായിരുന്നു മോശ പ്രവാചകൻ അല്ലെങ്കിൽ മൂസ നബി. അതിനു മുമ്പ് വന്ന മറ്റൊരു പ്രവാചകനായിരുന്നു അബ്രഹാം പ്രവാചകൻ അല്ലെങ്കിൽ ഇബ്രാഹിം നബി. ഇതൊക്കെ ഖുർആനിലും പരാമർശിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഭാരതത്തിലൊക്കെ പ്രവാചകന്മാർ, ഇന്ത്യയിലൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്.
പ്രമാണങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒടുവിലത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി. മുഹമ്മദ് നബി ജനിക്കുന്നത് ഈ ചരിത്ര കാലഘട്ടത്തിലാണ് ജനിക്കുന്നത്. ഇത് ഒരു ഐതിഹ്യ പുരുഷനല്ല, ചരിത്രാതീത കാലത്ത് സംഭവിച്ചതല്ല. ഈ അടുത്ത കാലത്ത് ഏതാണ്ട് AD 571 ആണ് അദ്ദേഹം ജനിക്കുന്നത്. ജനിക്കുന്നത് തന്നെ ഭൂഖണ്ഡങ്ങളുടെ മധ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന മക്കയിലാണ്. മക്കയുടെ ഭൂമിശാസ്ത്രപരമായ പല പ്രത്യേകതകളിൽ ഒന്ന്, മക്ക കേന്ദ്രീകരിച്ച് ഒരു വൃത്തം വരച്ചാൽ എല്ലാ വൻകരകളെയും അത് സ്പർശിക്കുമെന്നതാണ്. ഏതാണ്ട് ഭൂഖണ്ഡങ്ങളുടെ മധ്യമാണ്. അബ്ദുള്ള ആമിന ദമ്പതികളുടെ മകനായിട്ടാണ് ജനിക്കുന്നത്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടു പോകുന്നുണ്ട്. 6-ാമത്തെ വയസ്സിൽ മാതാവ് മരണപ്പെട്ട് അനാഥനായിട്ടാണ് മുഹമ്മദ് ജീവിക്കുന്നത്. അപ്പം ആ അനാഥ ബാലൻ്റെ വളർച്ചയും ആ ജീവിതവും ആ സമൂഹത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നൊക്കെ വ്യതിരിക്തമായ ഒരു ജീവിതമായിരുന്നു. ആ സമൂഹത്തിൽ അരുതായ്മകൾ കൊടികുത്തി വാഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് സത്യസന്ധനായി നല്ല വൃത്തിയുള്ള ചന്തമുള്ള ഒരു ജീവിതം നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമൂഹം തന്നെ അദ്ദേഹത്തിന് ഒരു ഓമനപ്പേര് നൽകിയിരുന്നു, അൽ അമീൻ എന്ന്. അങ്ങനെയാണ് വിളിച്ചിരുന്നത്. കാരണം വിശ്വസ്തനാണ്, സത്യസന്ധനാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന സത്യസന്ധനായ നല്ല ഒരു മനുഷ്യൻ. പക്ഷെ തൻ്റെ സമൂഹത്തിൻ്റെ ജീവിതം കാണുമ്പോൾ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. കാരണം അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ പൊതുവിൽ തിന്മയായി കാണുന്ന എല്ലാം അവിടെ കൊടികുത്തി വാണിരുന്നു. മദ്യം, അതുപോലെ തന്നെ വ്യഭിചാരം, ചൂതാട്ടം എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറയില്ലേ, സ്ത്രീ പുരുഷ, ഇതൊക്കെ അതിൻ്റെ ഏറ്റവും മികച്ച സ്വഭാവത്തിൽ നടപ്പിലാക്കിയിരുന്ന ഒരു സമൂഹമായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷന്മാർ നഗ്നരായിക്കൊണ്ട് തന്നെ, തുണി ഉടുക്കാതെ നഗ്നരായിക്കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, കൈബാലയത്തിന് ചുറ്റും ഒരുമിച്ച് ഇങ്ങനെ ആരാധനകളൊക്കെ നിർവഹിക്കുമാറ് അങ്ങനെ ഉണ്ടായിരുന്നൊരു സമൂഹം. ഇത് മാത്രമല്ല, ചില ഗോത്രങ്ങളിലൊക്കെ ജനിച്ച കുട്ടി പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ അവർക്കതൊരു പേടി സ്വപ്നമാണ്. പെൺകുട്ടികൾ ജനിക്കുന്നത് പേടി സ്വപ്നമാവുക, അതവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. എന്ന് മാത്രമല്ല, ജീവനോടെ തന്നെ മണൽ മാന്തി കുഴിച്ചു മൂടുകയും ചെയ്തിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു ജനതയുടെ ഈ ജീവിതം കണ്ട് അസ്വസ്ഥപ്പെട്ട മുഹമ്മദ് പലപ്പോഴും ഹിറാ ഗുഹയിൽ പോയി ഏകാന്തനായിട്ടിരിക്കാറുണ്ടെന്ന്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് 40-ാമത്തെ വയസ്സിലാണ്, 40 വയസ്സ് പ്രായമുള്ള സമയത്താണ് ദിവ്യ വെളിപാട് ലഭിക്കുന്നത്. അതോടുകൂടിയാണ് മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ മുഹമ്മദ് നബി ആയിട്ട് മാറുന്നത്. അതുവരെ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ മാത്രമാണ്. കാരണം എല്ലാ പ്രവാചകന്മാരും മനുഷ്യരായിരുന്നു. ഈ പ്രവാചകന്മാരെന്തുകൊണ്ടാണ് മനുഷ്യരായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവാചകന്മാരെ നിയോഗിക്കുന്നത് മനുഷ്യരെ ജീവിക്കാൻ പഠിപ്പിക്കാനാണ്. ഇത് പഠിപ്പിക്കേണ്ടത് മനുഷ്യരെയാണ്, പഠിപ്പിക്കേണ്ട വിഷയം മാനുഷിക വിഷയങ്ങളുമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മനുഷ്യരെ മാനുഷിക വിഷയം പഠിപ്പിക്കാൻ വരേണ്ടത് മനുഷ്യർ തന്നെയാണ്. മലക്കുകളെ പിൻപറ്റാൻ മനുഷ്യന് കഴിയില്ലല്ലോ, ദൈവത്തെ പിൻപറ്റാൻ മനുഷ്യന് കഴിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരാണ് വരേണ്ടത്. ആ അർത്ഥത്തിൽ മനുഷ്യരായിരുന്നു എല്ലാ പ്രവാചകന്മാരും. അങ്ങനെ 40-ാമത്തെ വയസ്സിലാണ് മുഹമ്മദ് എന്ന മനുഷ്യൻ മുഹമ്മദ് നബിയായി. ദിവ്യ വെളിപാട് ലഭിക്കുന്നു എന്നതായിരിക്കും അവരുടെ സവിശേഷത. ആ ദിവ്യ വെളിപാട് ലഭിച്ച് ഇതിന് ശേഷമാണ് മുഹമ്മദ് എന്താവുന്നത്, മുഹമ്മദ് നബിയാവുന്നത്. അദ്ദേഹത്തിന് ലഭിച്ച ദിവ്യ വെളിപാട് നമ്മൾ പരിശോധിച്ചാൽ അത് തുടങ്ങുന്നത് തന്നെ പ്രവാചകന് ദിവ്യ വെളിപാട് ആരംഭിക്കുന്നത് തന്നെ പ്രത്യേകിച്ച് ഈ ഒരു കാലത്തെ കൂടി മുമ്പിൽ കണ്ടുകൊണ്ട് മനുഷ്യനായി മുന്നോട്ട് പോകാൻ എന്തൊരടിസ്ഥാനമാണോ വേണ്ടത് അത് പഠിപ്പിച്ചുകൊണ്ടാണ്. ചില ആചാര അനുഷ്ഠാനാദി കാര്യങ്ങളൊന്നല്ല ആദ്യം കൽപ്പിക്കുന്നത്. ആദ്യമായി പ്രവാചകനോട് കൽപ്പിക്കുന്നത് വായിക്കാനാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ആവശ്യമുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അറിവ് തന്നെയാണ്. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് ഒരിക്കൽ പറഞ്ഞല്ലോ, വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അപ്പോൾ വളയാതെ നേർമാർഗത്തിൽ മനുഷ്യനെ ജീവിക്കണമെങ്കിൽ അറിവുണ്ടാകേണ്ടതുണ്ടെന്നുള്ളതാണ്. ഇവിടെ ഒന്നാമത്തെ കൽപ്പന തന്നെ വായിക്കാനാണ്. എന്നാൽ അറിവുള്ളത് കൊണ്ട് മാത്രം മനുഷ്യനാവുകയില്ല. അതിനപ്പുറത്ത് മനുഷ്യൻ ഉണ്ടാക്കേണ്ടത് നേരത്തെ പറഞ്ഞ ഉൾവെളിച്ചം എന്ന് പറയുന്ന ഒന്നുണ്ടാകണം. ആ ഉൾവെളിച്ചത്തിൻ്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ ദൈവബോധമാണ്. ഉൾവെളിച്ചത്തിൻ്റെ അടിസ്ഥാനം ദൈവബോധമാണ്.
അതുകൊണ്ട് വായിക്കുന്നതിന് ഉപാധി വെച്ചു ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അത് നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ വായിക്കുകയാണ്. അത് പ്രവാചകൻ ആദ്യം ലഭിക്കുന്ന ദിവ്യ വെളിപാട് ഇങ്ങനെയാണ്: നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ വായിക്കുക. കാരണം വായന കൊണ്ട് മാത്രം എന്തല്ല മനുഷ്യൻ അറിവ് നേടിയത് കൊണ്ട് മാത്രം മനുഷ്യനാവുകയില്ല. അതിനപ്പുറത്ത് എന്ത് വേണം? തിരിച്ചറിവ് കൂടി മനുഷ്യനുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ ഈ ഒരു അദൃശ്യ മേൽനോട്ടമുണ്ടെന്നൊരു ബോധം മനുഷ്യൻ അനിവാര്യമാണ്. ആ ദൈവനാമത്തിലായിരിക്കണം യഥാർത്ഥത്തിൽ അറിവ് നേടേണ്ടത്. അപ്പം ഈ പറയുന്ന സൃഷ്ടിച്ച ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടെ മുഹമ്മദ് നബി ഏതെങ്കിലും ഒരു പുതിയ ദൈവത്തെക്കുറിച്ചല്ല പറയുന്നത്, സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ചാണ്. അങ്ങനെ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ മുഹമ്മദ് നബി തന്നെ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, അല്ലെ, ദൈവത്തിൻ്റെ സൃഷ്ടികളെ കണ്ടിട്ടും ദൈവത്തിൻ്റെ കാര്യത്തിൽ സംശയിക്കുന്നവരുടെ കാര്യം മഹാത്ഭുതം തന്നെ. ഇത് വളരെ വിശകലനം ചെയ്യേണ്ട, ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങൾ അതിലുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടികളെ കണ്ടിട്ടും ദൈവത്തിൻ്റെ കാര്യത്തിൽ സംശയിക്കുന്നവരുടെ കാര്യം മഹാത്ഭുതം തന്നെ. ഏതുപോലെ? ഒരു ഗ്രന്ഥം കണ്ടതിന് ശേഷം അതിൻ്റെ പിന്നിൽ ഒരു ഗ്രന്ഥകർത്താവ് ഉണ്ടോ ഇല്ലേ, ഇങ്ങനെ ഒരാൾക്ക് സംശയം തോന്നിയാൽ അത് മഹാത്ഭുതമാണ്. കാരണം മനുഷ്യൻ അങ്ങനെ ഒരു സാമാന്യ ബുദ്ധി അനുസരിച്ച് അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ. ഒരു മേശ കണ്ടിട്ട് അതിൻ്റെ പിന്നിൽ ഒരു ആശാരിയുടെ കരവിരുതുണ്ടെന്ന കാര്യത്തിൽ ഒരാൾക്ക് സംശയമുണ്ടെങ്കിൽ അത് മഹാത്ഭുതമാണ്. കാരണം അങ്ങനെ സംഭവിക്കില്ല. ഒരു ശില്പം കണ്ടതിന് ശേഷം അതിൻ്റെ പിന്നിൽ ഒരു ശില്പിയുടെ കരവിരുതുണ്ടെന്ന് ഒരാൾക്ക് സംശയം തോന്നുന്നുവെങ്കിൽ അത് മഹാത്ഭുതമാണെങ്കിൽ, സൃഷ്ടികളെ കണ്ടുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ള സ്രഷ്ടാവിനെ സംശയിക്കുക എന്ന് പറയുന്നതും മഹാത്ഭുതമല്ലേ? എങ്ങനെ നമുക്ക് നിഷേധിക്കാൻ കഴിയുക? സൃഷ്ടികളെ കണ്ടുകൊണ്ട് സ്രഷ്ടാവിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് കഴിയുക? മാത്രമല്ല അത് ഒരു കൃത്യതയും വ്യക്തതയും ആ വിഷയത്തിൽ ഉണ്ടാവാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നിരന്തരമായി മനുഷ്യരോട് സൃഷ്ടികളെ നോക്കി ചിന്തിക്കുവാൻ, ആലോചിക്കുവാൻ പറയുന്നുണ്ട്. ഇത് ദൈവത്തിലുള്ള വിശ്വാസത്തെ പഠിപ്പിക്കുന്നത് കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടല്ല, ഐതിഹ്യങ്ങൾ മിത്ത് കഥകൾ പറഞ്ഞുകൊണ്ടല്ല. നമ്മളിങ്ങോട്ട് ജനിച്ചു വീണത് മുതൽ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സൃഷ്ടികളെ നോക്കി ആലോചിക്കാൻ പറഞ്ഞുകൊണ്ടാണ്. എന്തൊരു അത്ഭുതമാണ്! ഇപ്പം നമ്മൾ നമ്മെക്കുറിച്ച് തന്നെ ഒന്ന് ആലോചിച്ചാൽ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ മാതാവിൻ്റെ ഗർഭാശയത്തിലൊരു കുഞ്ഞ് വളരുമ്പോൾ കണ്ണുകൾ ഉണ്ടാകുന്നത് കാണാൻ വേണ്ടിയാണ്. പക്ഷെ ഗർഭാശയത്തിൽ വെച്ച് കാണാൻ കഴിയില്ല. ഗർഭാശയത്തിൽ വെച്ച് കണ്ണുകൾ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണ്? പുറത്തിറങ്ങി കാണാൻ വേണ്ടിയാണ്. പുറത്തിറങ്ങിയാൽ കാണേണ്ടി വരും എന്ന വിവരം അകത്ത് വളരുന്ന കുഞ്ഞിനില്ല. നമ്മളാരും കണ്ണുകൾ ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ കുട്ടിക്ക് 2 കണ്ണുകൾ വേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് മാതാപിതാക്കൾ കണ്ണുകൾ ഫിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഇടപെട്ടോ? ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. പക്ഷെ നമ്മളിങ്ങോട്ട് ജനിച്ചു വീണപ്പോൾ കാണാൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടു കൂടി കണ്ണുകളുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല, മാതാപിതാക്കൾ ഉണ്ടാക്കിയതല്ല. എങ്കിൽ പിന്നെ ആരാണ് ഇത് സംവിധാനിച്ച് തന്നത്? ഇത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, എന്നാൽ കണ്ണിന് കാഴ്ച നൽകിയ ഒരു ശക്തിയുണ്ട്. അത് പ്രമാണങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തിയതാണ്. യച്ചക്ഷുഷ എന്ന പശ്യതി ഏന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിധി നേദം യതിദം ഉപാസതേ. അത് കണ്ണിന് കാഴ്ച നൽകിയതും എന്നാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതുമായ ശക്തി ഏതോ അത് ബ്രഹ്മമെന്ന്, ദൈവമെന്ന് നീ അറിയുക. എന്നാൽ നീ ബ്രഹ്മമെന്ന് വിചാരിച്ച്, ദൈവമാണെന്ന് വിചാരിച്ച് ഉപാസന ചെയ്യുന്നതൊന്നും ദൈവമല്ല. അതിനർത്ഥം ആരാണ് ദൈവമെന്ന് ചോദിച്ചാൽ, കണ്ണിന് കാഴ്ച നൽകിയ എന്നാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ശക്തി, കാതിന് കേൾവി നൽകിയ എന്നാൽ കാതുകൊണ്ട് കേൾക്കാൻ കഴിയാത്ത ശക്തി, ആ ശക്തിയാണ് ദൈവം എന്ന് വരുമ്പോൾ അല്ല, ആ ദൈവത്തിൻ്റെ ഒരു മഹത്വം നമ്മളെടുത്ത് ഇങ്ങനെ വിശകലനം ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ കണ്ണുകൾ മുഖത്താണ് ആണല്ലോ. ഈ കണ്ണുകൾ ഇവിടെ അല്ലായിരുന്നു വേണ്ടത്, വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ബുദ്ധിജീവിയും ഒരു ശാസ്ത്രജ്ഞനും ഒരു എഞ്ചിനീയറും പറഞ്ഞിട്ടില്ല. മനുഷ്യൻ്റെ മൂക്ക് വേണ്ടിയിരുന്നത് ഇവിടെയല്ല വേറൊരു സ്ഥാനത്തായിരുന്നു എന്ന് ഇന്നേ വരെ ഒരു ശാസ്ത്രജ്ഞനും അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവിയും പറഞ്ഞിട്ടില്ല. ഏത് കാര്യവും അങ്ങനെയാണ്. അതിൻ്റെ സ്ഥാനം മുതൽ എണ്ണമടക്കം. കാലുകൾ 2 1 പ്രശ്നമാണ്, 3 പ്രശ്നമാണ്. ഓരോന്നെടുത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ യാദൃശ്ചികം എന്ന് പറയാൻ നമുക്ക് കഴിയും. എല്ലാം ഉദ്ദേശപൂർവമാണ്. പക്ഷെ നമ്മളാരും ഇതിൽ ഇടപെട്ടിട്ടൊന്നുമില്ല. എങ്കിൽ ഉദ്ദേശപൂർവ്വം ഇതാകണമെങ്കിൽ എന്ത് വേണം? ഉദ്ദേശപൂർവ്വം ഒരു ഇടപെടൽ അതിൽ. അങ്ങനെ മനുഷ്യൻ ചിന്തിക്കുമ്പോഴാണ് സൃഷ്ടാവായ ദൈവത്തിൻ്റെ അസ്തിത്വവും ആ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മഹത്വവും സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഏകത്വവും ഒക്കെ മനുഷ്യന് ബോധ്യപ്പെടും. കാരണം ഈ സൃഷ്ടാവാണ് ദൈവം എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളുടെ ഒക്കെ ദൈവം
ഇത് സൃഷ്ടിച്ച ഈ ശക്തിയാണ് ദൈവം എന്ന് മനുഷ്യൻ സമ്മതിച്ചാൽ അതിൻ്റെ അർത്ഥം ഇതാ ഇവിടെ കൂടിയിരിക്കുന്ന ഈ സദസ്സിലുള്ള എല്ലാവരുടെയും ദൈവം ആ സൃഷ്ടാവായ ദൈവമാണ്. ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ദൈവം ആ സൃഷ്ടാവായ മഹാശക്തിയാണ്. അങ്ങനെയാണല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ അർത്ഥത്തിൽ എന്താണ്? ഒരേ ദൈവത്തിൻ്റെ, ഒരേ സൃഷ്ടാവിൻ്റെ സൃഷ്ടികൾ എന്ന അർത്ഥത്തിൽ മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്ക് ചേർന്ന് നിൽക്കാവുന്ന ഇതിനേക്കാൾ നല്ലൊരു പ്ലാറ്റ്ഫോം വേറെയില്ല. മനുഷ്യനെ ഒന്നാക്കാൻ പറ്റുന്ന ഇതിനേക്കാൾ നല്ലൊരു പ്ലാറ്റ്ഫോം. പ്രവാചകന്മാർ ഇതാണ് പഠിപ്പിച്ച മൗലികമായ ഒരു കാഴ്ചപ്പാട്, ഇതാണ് ഒരു യാഥാർത്ഥ്യം, ഇതാണ് ഇത് ഈ സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച്. മാത്രമല്ല ആ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഈ സൃഷ്ടികൾ, മനുഷ്യരാകുന്ന സൃഷ്ടികൾ, ഇത് ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നാണ്. എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒറ്റ കുടുംബക്കാരാണ്, ഒരൊറ്റ തറവാട്ടുകാരാണ്. നമ്മളുടെയൊക്കെ പൂർവ്വപിതാക്കൾ യഥാർത്ഥത്തിൽ പിതാവ് ഒന്നായിരുന്നു, പൂർവ്വമാതാവും ആദിമാതാവും ഒന്നായിരുന്നു. അപ്പോൾ ഒറ്റ തറവാട്ടുകാരും ഒറ്റ കുടുംബക്കാരുമാണ് നമ്മൾ, മനുഷ്യ സമൂഹം മുഴുവൻ. ആ മനുഷ്യരിൽ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഏറ്റവും ധർമ്മബോധമുള്ളവനാണ്. ആരാണ് നല്ലവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലവനാണ് നല്ലവൻ. വംശത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, കുലത്തിൻ്റെ പേരിലൊന്നും പ്രത്യേകിച്ച് ആർക്കും ഒരു മഹത്വവും, ആരാണോ നല്ലവൻ അവനെ ആണ് നല്ലവൻ, അവനെയാണ് നല്ലവനായി കാണേണ്ടത്. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് അങ്ങനെയല്ല. വംശവും വർണ്ണവും ജാതിയും ഒക്കെ നോക്കിയിട്ടാണ് മഹത്വം. ഈ പറയുന്ന മനുഷ്യനോട് ചെയ്യുന്ന അനീതിയാണത്. അത് തച്ചുടയ്ക്കപ്പെടേണ്ട ഒരു കാഴ്ചപ്പാടാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? മനുഷ്യൻ അടിസ്ഥാനപരമായി ഒന്നാണ്. അല്ലെ, പ്രവാചകന്മാർ ചെയ്യുന്ന മുഖ്യമായ ഒരു ദൗത്യം അതാണ്. ദൈവവും ഒന്നാണ്, മനുഷ്യനും അടിസ്ഥാനപരമായി ഒന്നാണ്. എന്ന് മാത്രമല്ല, ഈ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യൻ മറ്റു ജീവജാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അവന് വേറൊരു സവിശേഷത കൂടിയുണ്ട്. വലക്കത് കറംന ബനി ആദം, അത് മനുഷ്യ സമൂഹത്തെ ദൈവം ആദരിച്ചിട്ടുണ്ടെന്നാണ്. ഇത് ദൈവത്താൽ ആദരിക്കപ്പെട്ട സവിശേഷ സൃഷ്ടിയാണ് മനുഷ്യൻ. അപ്പം ഇങ്ങനെയുള്ളൊരു മഹത്വമുള്ള സവിശേഷ സൃഷ്ടിയായ മനുഷ്യൻ്റെ ആ ഒരു മഹത്വം അതവന് നൽകേണ്ടതുണ്ട്. അപ്പം ദൈവത്താൽ ആദരിക്കപ്പെട്ട മനുഷ്യൻ്റെ മുഖത്തേക്ക് മൂത്രമൊഴിക്കാൻ പറ്റുമോ? മനുഷ്യൻ്റെ മുഖത്തേക്ക് മൂത്രമൊഴിക്കാൻ പറ്റുമോ? പറ്റുകയില്ല എന്നത് ഈ പറയുന്ന ഉൾവെളിച്ചം നമുക്ക് നൽകുന്ന തിരിച്ചറിവാണ്. എന്നാൽ നമ്മളിപ്പോൾ ഇന്ന് അത് കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ യൂട്യൂബിൽ മറ്റോ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഒരു വാർത്ത വന്നതുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ ചില സംഭവം നമ്മൾ അറിയുന്നത്. അല്ലാത്ത ഇത്ര സംഭവം നടക്കുന്നു. ഒരു മനുഷ്യനെ ഇങ്ങനെ നിർത്തിയിട്ട് മുഖത്തേക്ക് ഇങ്ങനെ മൂത്രമൊഴിക്കുക വേറൊരാൾ. ഇതെന്തുകൊണ്ടാണ്? ഈ മൂത്രമൊഴിക്കുന്ന ആൾ അറിവില്ലാത്ത ആളാണോ? മൂത്രമൊഴിക്കുന്ന വ്യക്തി അറിവില്ലാത്തവനാണോ? അല്ല, അറിവുണ്ട്. പക്ഷെ എന്തില്ല? ഈ തിരിച്ചറിവിൻ്റെ ഉൾവെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തിരിച്ചറിവ് ലഭിച്ചിട്ടില്ല. ഈ ഉൾവെളിച്ചമാണ് പ്രവാചകൻ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വെളിച്ചമാകുന്നത്. അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ മുഖത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? മൂത്രമൊഴിക്കാൻ പാടില്ല. അത് തെറ്റാണ്. അത് തെറ്റാണെന്ന് തോന്നുന്നില്ലെങ്കിൽ പിന്നെ അവരെ മനുഷ്യരായി കണക്കാക്കാൻ പറ്റില്ല. അങ്ങനെയാണല്ലോ. എന്ന് മാത്രമല്ല, അപ്പം നമുക്കറിയാൻ പറ്റും, നമ്മളിങ്ങനെ ഏത് വേദിയിലും ഏത് സദസ്സുകളിലും ഉണ്ടല്ലോ, വേദിയിലിരിക്കുന്ന ആളുകൾ സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ പറയുന്ന വാചകം സഹോദരീ സഹോദരന്മാർ, ഇതെല്ലാവരും പറയുന്നതാണ്. ശരിക്കും വിശകലനം ചെയ്താൽ മനസ്സിലാക്കും, മിക്കവാറും ആളുകളൊക്കെ ഇത് പറയുന്നത് ഒരു ഭംഗി വാക്ക് മാത്രമായിട്ടാണ്. അത് മനസ്സിലാവും എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെയുള്ള കാര്യങ്ങളിലെ നിലപാടുകളിലേക്ക് വരുമ്പോഴാണ്. സഹോദരീ സഹോദരന്മാരെന്നത് ഒരു ഭംഗി വാക്ക് മാത്രമാണ്. അതിനപ്പുറത്ത് അതൊരു യാഥാർത്ഥ്യവും വസ്തുതയുമാണ്. പ്രവാചകൻ പഠിപ്പിക്കുന്നത് മുഴുവൻ മനുഷ്യരും എന്താണ്? ഒരൊറ്റ കുടുംബക്കാരും തറവാട്ടുകാരുമാണ്. എന്നിരിക്കെ ആ അർത്ഥത്തിലുള്ള വിവേചനങ്ങൾ പാടില്ല. ഇത് പക്ഷേ മനുഷ്യൻ്റെ ഉള്ളിൽ ഇത് ഒരു കാഴ്ചപ്പാടായിട്ട് മാറണമെങ്കിൽ കാലങ്ങളായി രൂപപ്പെട്ടു വന്ന ഒരു നിലപാടുണ്ട്. ഇത് ജാതീയമായ, വർഗീയമായ, വംശീയമായ, ഇതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അത് വെറുതെ അങ്ങോട്ട് മാറില്ല. അതുകൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കുന്നിടത്ത് പ്രവാചകൻ സ്വീകരിച്ച വ്യത്യസ്ത നിലപാടുകളുണ്ട്. ഇത് മനുഷ്യനെ ഒന്നാണ് മനുഷ്യൻ എന്ന കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ചെയ്ത ചില മഹത്തായ മാതൃകകളുണ്ട്. അതിലൊന്ന് പലപ്പോഴും നിങ്ങൾ കേട്ടതാണെങ്കിൽ സന്ദർഭത്തിൻ്റെ ഒരു തട്ടമനുസരിച്ച് ആ സംഭവം ഞാൻ സൂചിപ്പിക്കുകയാണ്. അതായത് പ്രവാചകൻ മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ മദീനയിലേക്ക് ദേശത്യാഗം ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ പിന്നെ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് വിജയശ്രീലാളിതനായി തിരിച്ച് മക്കയിലേക്ക് വരുന്നു. ആ സംഭവത്തെ ചരിത്രത്തിൽ മക്കാവിജയം എന്നാണ് പറയുക. ആ മക്കാവിജയ വേളയിൽ മക്കാവിജയം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ആ വിജയപ്രഖ്യാപനം നടത്തേണ്ടത്
കഅബാലയത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ്. കഅബാലയത്തിൻ്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് വേണം ഇത് പ്രഖ്യാപിക്കാൻ. ഇതിനു വേണ്ടി പ്രവാചകൻ, ആയിരക്കണക്കിന് ആളുകളുണ്ട് അവിടെ. ആ ആളുകളിൽ നിന്ന് പ്രവാചകൻ തിരഞ്ഞെടുക്കുന്നത് ആരെയാണെന്നറിയോ? ബിലാൽ എന്ന് പറയുന്നൊരു മനുഷ്യനെയാണ്. ബിലാൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രത്യേകത, ചരിത്രത്തിൽ എല്ലാ കാലഘട്ടത്തിലും അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ്. എന്ന് പറഞ്ഞാൽ നീഗ്രോ അടിമയായിരുന്നൊരു മനുഷ്യൻ. കാക്കയെപ്പോലെ കറുത്തിരുണ്ട, പതിഞ്ഞ മൂക്കുള്ള, തടിച്ച ചുണ്ടുകളുള്ള, ചുരുണ്ട മുടിയുള്ള, അല്ലെ, ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അങ്ങനെ ഒരു മനുഷ്യനോട് പറയുന്നു എന്ത്? കഅബാലയത്തിൻ്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് വിജയം പ്രഖ്യാപിക്കാൻ. ഇത് ചെറിയൊരു സംഭവമല്ലല്ലോ. നമ്മളൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. മാത്രമല്ല ആ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ നാട്ടിലെ അവസ്ഥ നമുക്കറിയാൻ പറ്റും. പട്ടിക്കും പൂച്ചയ്ക്കും സ്വതന്ത്രമായി നടക്കാവുന്ന വഴിയിലൂടെ ചില മനുഷ്യർക്ക് നടക്കാൻ പോലും പറ്റുകയില്ലാത്തൊരു കാലത്താണ് സംഭവിക്കുന്നത്. ഇത് ലോകത്തൊക്കെ ഉള്ളൊരവസ്ഥയാണ്. ആ സന്ദർഭത്തിലാണ് ഭൂഖണ്ഡങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ആരാധനാലയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനാലയത്തിൻ്റെ മുകളിലേക്ക് ഒരു കറുത്ത മനുഷ്യനെ കയറ്റി വയ്ക്കുന്നത്. ഈ കഅബാലയത്തിനൊരു പ്രത്യേകത ഉണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ച് വെറുതെ നോക്കിയിരുന്നാൽ തന്നെ പുണ്യം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് സ്വന്തം അമ്മയാണ്. സ്വന്തം അമ്മയുടെ മുഖത്തേക്ക് വെറുതെ നോക്കിയിരുന്നാൽ തന്നെ പുണ്യമുണ്ടെന്നാണ്. എന്നതുപോലെ പുണ്യം കിട്ടുന്ന ഒന്നാണെന്ത്? കഅബാലയത്തെ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാൽ തന്നെ പുണ്യമുണ്ടെന്നാണ്. അത്രയും ശ്രേഷ്ഠമായ പുണ്യമുള്ള ആ ആരാധനാലയത്തിൻ്റെ മുകളിലേക്ക് ആരെ കയറ്റി വയ്ക്കുന്നു? ചരിത്രത്തിൽ നിന്നും അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിൻ്റെ പ്രതിനിധിയായ ബിലാലിനെ. ബിലാൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്, കഴിയുന്നില്ല. പ്രവാചകൻ കഅബയുടെ ചുമരിൽ കൈവച്ചുകൊണ്ട് കയറാൻ ആവശ്യപ്പെടുന്നു. ശ്രമിക്കുന്നു, കഴിയുന്നില്ല. അപ്പോൾ പ്രവാചകൻ പറയുന്നു, സഹോദര, എൻ്റെ ചുമലിൽ ചവിട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറും. അങ്ങനെ കാക്കയെപ്പോലെ കറുത്തിരണ്ട ബിലാൽ വെളുത്തു തുടുത്ത പ്രവാചകൻ്റെ ചുമലിൽ ചവിട്ടിയിട്ട് കഅബാലയത്തിൻ്റെ മുകളിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ചരിത്രത്തിൽ സംഭവിക്കുന്നത് എന്താണ്? വർണ്ണവിവേചനത്തിൻ്റെ, ജാതീയതയുടെ, വംശീയതയുടെ, വർഗീയതയുടെ മതിൽക്കെട്ടുകളെ ചവിട്ടിപ്പൊളിക്കുകയാണ്. ഇതൊരു ചെറിയ സംഭവമല്ല, വളരെ ബോധപൂർവം ചെയ്യുന്നതാണ്. അടിച്ചമർത്തപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന സംവരണ തത്വം പോലും അതിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടവർ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ ചില നീക്കങ്ങൾ, ബോധപൂർവമായ ചില ഇടപെടലുകൾ, നീക്കങ്ങൾ നടക്കണം. ആ അർത്ഥത്തിൽ ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ചെയ്ത ആ ഒരു സംഭവത്തിൻ്റെ അത് നമുക്ക് ഈ കാലഘട്ടത്തിൽ നൽകുന്ന വെളിച്ചം എന്താ, തിരിച്ചറിവ് എന്താ? ഇന്നിപ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മളിപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്താണ്. ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രാജ്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിന് എന്തിനെയാണ്? പാർലമെൻറ്റ് മന്ദിരത്തെയാണ്. അങ്ങനെയാണല്ലോ. പക്ഷെ നമ്മുടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ ശരിക്ക് നമ്മളുടെ ഭരണഘടന അനുസരിച്ച് പ്രഥമ പൗരനാരാണ്? പ്രസിഡൻ്റാണ്. പ്രഥമ പൗരനാണ് പ്രസിഡന്റ്. പക്ഷെ നമ്മളുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ പ്രഥമ പൗരന് അവിടെ പ്രവേശനമില്ല. പ്രഥമ പൗരയ്ക്ക് അവിടെ പ്രവേശനമില്ല. ഇതിന് കാരണം എന്തായിരിക്കും? അവരുടെ ജാതിയാണോ, അവർ വിധവയാണെന്നതാണോ, എന്തിൻ്റെ പേരിലായാലും ശരി, അതെന്തല്ല, യഥാർത്ഥത്തിൽ പ്രവാചകൻ പഠിപ്പിക്കുന്നതനുസരിച്ച് ശരിയല്ല. ആ കാഴ്ചപ്പാട് മനുഷ്യർക്കുള്ളതല്ല. അത് ഏതൊക്കെയോ ചിലർക്കുള്ളത് മാത്രമാണ്, മൊത്തം മനുഷ്യർക്കുള്ളതല്ല. അപ്പോൾ മനുഷ്യരെ പരിഗണിക്കാത്ത ആശയങ്ങൾ ലോകത്തെയും നാടിനെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മനുഷ്യനെ ചേർത്ത് നിൽക്കുന്ന, അല്ല, മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്ന ഈ ഒരു തിരിച്ചറിവുണ്ടല്ലോ, ഇത് നൽകുന്ന വെളിച്ചമുണ്ടല്ലോ, അതിനതിൻ്റേതായ പ്രസക്തിയുണ്ട്. അത് ആ ഗൗരവത്തിൽ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്. കാരണം കാലം പുരോഗമിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ഭൗതികതയിൽ പുരോഗതി, മാനവികതയിൽ അധോഗതി എന്നുള്ളിടത്തേക്കാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എത്തിപ്പെട്ട് നിൽക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള വായനകൾ ഇവിടെ നടത്തുന്നത്. അതിൻ്റെ പ്രസക്തി അങ്ങനെ വിശകലനം ചെയ്യുമ്പോഴാണ് നമുക്കത് ബോധ്യപ്പെടുക. അങ്ങനെയല്ല. അപ്പം മനുഷ്യൻ അടിസ്ഥാനപരമായി എന്താണ്? ദൈവത്താൽ ആദരിക്കപ്പെട്ട സവിശേഷ മഹത്വമുള്ള സൃഷ്ടിയാണ്. അതിനാ മഹത്വം ഒരു മനുഷ്യനെന്നുള്ള നിലയ്ക്ക് ആ വില കൊടുക്കണ്ടേ? അതില്ലെങ്കിൽ ആ മനുഷ്യന്മാരെ അനുഭവിക്കുന്ന പ്രയാസം എത്രയാണ്? അപ്പം അത് പരിഹരിക്കപ്പെടണമെങ്കിലുള്ള വഴി മനുഷ്യനെ ഈ അർത്ഥത്തിൽ പ്രവാചകന്മാർ പഠിപ്പിച്ച ആ ഒരു വഴിയുണ്ടല്ലോ, അത് തന്നെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനായി ജീവിക്കാനുള്ള അതൊരു കാഴ്ചപ്പാട്, സംസ്കാരവുമായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വ്യക്തി, ആ അർത്ഥത്തിൽ വ്യക്തിക്ക് അതിൻ്റേതായ മഹത്വം ഉണ്ട്. ഈ വ്യക്തി രൂപപ്പെടുന്നത് എവിടെ നിന്നാണ്? ഒരു വ്യക്തി യഥാർത്ഥത്തിൽ രൂപപ്പെടുന്നത് കുടുംബത്തിൽ നിന്നാണ്.
അപ്പോൾ കുടുംബം എന്ന് പറയുന്ന ഒന്നിനെ യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇത് ഇങ്ങനെ തന്നെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബം എന്ന് പറയുന്നതിനെ ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറിഞ്ഞോ അറിയാതെയോ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ സംഭവിക്കുന്നുണ്ട്. ശരിക്ക് മനുഷ്യൻ, ഒരു വ്യക്തി ശരിക്ക് രൂപപ്പെടുന്നത് കുടുംബത്തിൽ നിന്നാണ്. മാത്രമല്ല മനുഷ്യരിൽ നിലനിൽക്കുന്ന മൂല്യങ്ങളൊക്കെയും മുള പൊട്ടുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. ഏത് സഹനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പങ്കുവെപ്പിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദയയുടെയും ക്ഷമയുടെയും ഇതൊക്കെ യഥാർത്ഥത്തിൽ മുള പൊട്ടുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഈ കുടുംബത്തെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനല്ലാതായി മാറുകയാണ് ചെയ്യുക. ഇന്ന് അങ്ങനെയാണ്, അതിലേക്കാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏത് കുടുംബങ്ങൾ ദുർബലമായി കൊണ്ടിരിക്കുന്നുണ്ട്. അകത്തളങ്ങളിലേക്ക് പോയി നോക്കിയാൽ അതിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ അന്ന് 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച കാര്യങ്ങൾ എത്ര പ്രസക്തമാണെന്ന് അതിങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാവും. കുടുംബം എന്ന് പറഞ്ഞ ഒരു ദൈവിക സ്ഥാപനമാണ്. അത് തകർക്കേണ്ടതല്ല, അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് ഏതെങ്കിലും ഭരണഘടനയിൽ എഴുതി വയ്ക്കപ്പെട്ടതല്ല, അത് ദൈവികമായി രൂപപ്പെട്ട ഒരു സ്ഥാപനമാണ്. അതിനെ കാത്തു സൂക്ഷിക്കണം. അപ്പോഴേ മനുഷ്യ സംസ്കാരം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ആ കുടുംബത്തിൽ നമുക്കറിയാൻ പറ്റും, ഇപ്പം ഇണകളായി ഭാര്യ ഭർത്താവ്, ഒരു പഴയ തലമുറയുണ്ടാവും, പുതിയ തലമുറയുണ്ടാവും. ഈ പഴയ തലമുറ എന്ന് പറയുന്നത് ആരാണ്? മാതാപിതാക്കളാണ്. പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ മക്കളാണ്. അതതിൻ്റെ ചെറിയ ഒരു യൂണിറ്റാണ്. അതിനപ്പുറത്ത് വിശാലമാണ് കുടുംബസങ്കല്പം. പക്ഷേ അതിൽ തന്നെ മനുഷ്യർ ഈ കുടുംബത്തിൽ തന്നെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യതകളെക്കുറിച്ച് മുൻഗണനാക്രമം അനുസരിച്ച് തന്നെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകനോട് ഒരിക്കലും ഒരാൾ ചോദിക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ്? പ്രവാചകന്റെ മറുപടി, ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ലാതെ പറയുന്ന മറുപടി നിന്റെ അമ്മയോടാണ്. എന്നാൽ പിന്നെ ആരോടായിരിക്കും? അപ്പോഴും പറയുന്നു നിന്റെ അമ്മയോടാണ്. വീണ്ടും ചോദിച്ചു, അപ്പോഴും പറഞ്ഞു നിന്റെ അമ്മയോടാണ്. ആവർത്തിച്ച് 3 തവണ. പിന്നെ പറഞ്ഞു പിതാവിനോടാണ്. അതേ പ്രവാചകൻ പഠിപ്പിച്ചു, മാതാവിൻ്റെ കാൽപാദത്തിനടിയിലാണ് സ്വർഗം. അവിടെയും അവസാനിപ്പിക്കുന്നില്ല. പ്രവാചകൻ പഠിപ്പിച്ചു, മാതാപിതാക്കളുടെ കോപത്തിലാണ് ദൈവത്തിൻ്റെ കോപം, മാതാപിതാക്കളുടെ പ്രീതിയിലാണ് ദൈവത്തിൻ്റെ പ്രീതി. അപ്പൊ ദൈവത്തിൻ്റെ പ്രീതി നേടണമെങ്കിൽ മാതാപിതാക്കളുടെ പ്രീതി നേടൽ ഉപാധിയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രീതി നേടാൻ നേർച്ച വഴിപാടുകൾ നേരുന്ന ഒരു പരിപാടിയും പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ പ്രീതിക്ക് നേർച്ച വഴിപാടുകളുടെ, കാരണം ദൈവത്തിന് കാശിൻ്റെ ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കണം, എല്ലാത്തിൻ്റെയും ഉടമസ്ഥനും സർവശക്തനും സർവജ്ഞനുമായ ദൈവത്തിന് നമ്മളുടെ കാശിൻ്റെ ആവശ്യമില്ല. ഒരു പ്രവാചകന്മാരത് പഠിപ്പിച്ചിട്ടില്ല, പുരോഹിതന്മാർ പഠിപ്പിച്ചതാണ്. ദൈവത്തിൻ്റെ തന്നെ നമ്മളെ കാശ്, നമ്മളെ സൃഷ്ടിച്ച എല്ലാത്തിൻ്റെ ഉടമസ്ഥന് നമ്മുടെ കാശിൻ്റെ ആവശ്യമില്ല. ആരാധകരും വരുമാനവും ഉണ്ടെങ്കിലേ നിലനിൽക്കൂ എന്നത് യഥാർത്ഥ ദൈവത്തിൻ്റെ അവസ്ഥയല്ല. ദൈവം എല്ലാത്തിനും പോന്നവനാണ്. അതിന് അപ്പം ദൈവത്തിന് ആവശ്യം നമ്മൾ എത്ര കാശ് കൊടുക്കുന്നു, നമ്മൾ എത്ര, അതല്ല. അതിന് പകരം ദൈവം നോക്കുന്നത് നിങ്ങളിൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതായിരുന്നു പരീക്ഷിക്കുവാനാണ് ജീവിതം. അതുകൊണ്ട് സൃഷ്ടാവ് തൃപ്തിപ്പെടണമെങ്കിൽ സൃഷ്ടികളോട് ബാധ്യതകൾ നിർവഹിക്കണം, കടപ്പാടുകൾ നിർവഹിക്കണം. അത് അമ്മയോട് ബാധ്യതയുണ്ട്, അല്ലെ, അച്ഛനോട് ബാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, മക്കളുമായി ബന്ധപ്പെട്ട വിഷയം പഠിപ്പിച്ചപ്പോൾ പ്രവാചകൻ അതിലും എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ തന്നെ പാലിക്കേണ്ട ചില മര്യാദകൾ, അതിൽ നമ്മളുടെ ചില കാഴ്ചപ്പാടുകളൊക്കെ. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അന്ന് പെൺകുട്ടിയായി ജനിക്കുന്നത് പേടിയായി തോന്നുന്നൊരവസ്ഥ അന്നുണ്ടായിരുന്നു. ഇന്നും നമ്മളുടെ ഒരു മാനസികാവസ്ഥ എന്താണ്? കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ശരിക്കും ആലോചിച്ചാൽ അറിയാൻ പറ്റും. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക, എന്ത്, ഒരു വിവാഹം കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യത്തെ കുട്ടി എന്ത് കുട്ടിയാവണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? സത്യസന്ധമായിട്ടൊന്ന് മറുപടി പറഞ്ഞു വെക്കുക മനസാക്ഷിയോട്. ആൺകുട്ടിയാവണം, ഒരു സംശയമില്ല, ആൺകുട്ടിയാവണം. പെൺകുട്ടികളോട് വല്ല വിരോധം നമുക്കുണ്ടോ? ഇല്ല. അത് പെൺകുട്ടികളോട് ഒരു വിരോധവും നമുക്കില്ല. പക്ഷെ ജനിക്കുന്ന കുട്ടി എന്താവണം? ആൺകുട്ടിയാവണം. ഈ അർത്ഥത്തിൽ നമ്മളറിയാതെ തന്നെ നമ്മളെ പെൺവിരോധികളാക്കിയത് ആരാണ്? നമ്മളുടെ മനസ്ഥിതിയും നമ്മളുടെ വ്യവസ്ഥിതിയും അതിന് കാരണമാണ്. അതുകൊണ്ട് ഈ മനസ്ഥിതിയും വ്യവസ്ഥിതിയും, ഈ കാഴ്ചപ്പാടുകൾ മാറണം. പ്രവാചകൻ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങളിൽ ആരെങ്കിലും 3 പെൺമക്കൾ മൂലം അല്ലെങ്കിൽ 3 സഹോദരിമാർ മൂലം നിങ്ങൾക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാതിരിക്കുകയില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ പെൺജന്മം പാപമല്ല, അത് പുണ്യജന്മങ്ങളാണ്. സ്വർഗത്തിന് കാരണമാകുന്ന പുണ്യജന്മങ്ങളാണ് പെൺകുട്ടികളുടെ ജന്മം. ഈ ഒരു ബോധം നമ്മളുടെ മനസ്സിൽ വന്നാൽ അപ്പോഴല്ലേ കുട്ടികൾ സംരക്ഷിക്കപ്പെടുക. അപ്പോൾ മുമ്പ് ഞാൻ ഖത്തറിൽ പോയ സമയത്ത്
ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ഒരു സഹോദരൻ വന്നു സങ്കടം പറയാൻ. എന്താ സങ്കടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ട്. ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാണ്. ഭാര്യ ഗർഭിണിയാണ്. ഗർഭസ്ഥ ശിശു പെൺകുട്ടിയാണ്. അപ്പോൾ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ എങ്ങനെയെങ്കിലും അബോർഷന് വിധേയമാക്കണം, കളയണം. ഇദ്ദേഹത്തിനാകട്ടെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, സമ്മതിക്കുന്നില്ല. കുടുംബ പ്രശ്നമാണ്. ഇത് പറയാനാണ് അദ്ദേഹം വന്നത്. പക്ഷെ ഞാൻ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗർഭസ്ഥ ശിശു ആണാണോ പെണ്ണാണോ എന്ന് എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അല്ലെ, നമ്മുടെ നാട്ടിലൊന്നുള്ളതുപോലെ ഗർഭസ്ഥ ശിശു ആണാണോ പെണ്ണാണോ എന്ന് നോക്കുന്നത് ഇവിടെ കുറ്റമല്ല. നമ്മുടെ നാട്ടിൽ ലിംഗനിർണയം എന്താണ്? ക്രിമിനൽ കുറ്റമാണ്. എന്താ കാരണം? നമ്മളറിയാതെ പെൺകുട്ടികളോട് വിരോധം നമ്മളുടെ കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്ത് സംഭവിക്കും? കുട്ടി പെണ്ണാണെങ്കിൽ ഗർഭാശയങ്ങൾ കൊലക്കളങ്ങളായിട്ട് മാറും. ഇതുകൊണ്ടത് ക്രിമിനൽ കുറ്റമായിട്ട് മാറിയത്. നമ്മളെ ഇതിലേക്ക് നയിച്ചത്. ഇതിന് കാരണം നമ്മളുടെ ഇത് പരിഹരിക്കപ്പെടണം. വനിതാ വിമോചന പ്രവർത്തകരിങ്ങനെ മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ ഒന്നും ഈ ഗർഭാശയങ്ങൾ കൊലക്കളങ്ങളായി മാറുന്ന അവസ്ഥ മാറ്റാൻ കഴിയില്ല. മനുഷ്യനോടുള്ള കാഴ്ചപ്പാടുകൾ മാറണം. മനുഷ്യൻ ഉൾവെളിച്ചമുണ്ടാകണം. അതില്ലെങ്കിൽ പിന്നെ അറിവുള്ള മനുഷ്യനായതുകൊണ്ട് ഒരു കാര്യവുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, ജനിച്ചതിന് ശേഷമാണ് അവരെന്ത് ചെയ്തിരുന്നത്? കാട്ടറബികൾ, അന്നത്തെ പ്രവാചകന്റെ കാലത്ത് അറബികൾ ചെയ്തിരുന്നത്, ജനിച്ചതിന് ശേഷമാണ് അവർ പെൺകുട്ടികളെ കൊന്നിരുന്നത്. കാരണം എന്താ? ഇന്നത്തെ മനുഷ്യൻ്റെ അത്ര അറിവ് അവർക്കില്ല. ജനിച്ചാലേ അറിയൂ ആണാണോ പെണ്ണാണോ എന്ന്. ഇന്ന് അങ്ങനെയല്ല, അറിവ് കൂടി. അപ്പം ജനിക്കുന്നതിന് മുമ്പേ അറിയാം ആണാണോ പെണ്ണാണോ എന്ന്. അപ്പോൾ ഗർഭാശയത്തിൽ വെച്ച് തന്നെ എന്ന് പറഞ്ഞാൽ അന്നത്തെ മനുഷ്യനും ഇന്നത്തെ മനുഷ്യനും വല്ല മാറ്റമുണ്ടോ? ഇല്ലല്ലോ. ഒരു മാറ്റവും മനുഷ്യർക്കില്ല. രീതികളെ മാറി. അറിവ് കൂടി എന്നതുകൊണ്ട് മനുഷ്യനാവില്ല. ഇവിടെ മനുഷ്യനാക്കണമെങ്കിൽ മനുഷ്യന് കാഴ്ചപ്പാടുകൾ മാറണം. ഇവിടെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ സവിശേഷ സൃഷ്ടിയാണ് മനുഷ്യൻ. അതോടൊപ്പം പെൺകുട്ടികൾ എന്ന് പറയുന്നത് എന്താണ്? പെൺകുട്ടികൾ പുണ്യജന്മങ്ങളാണ്. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ തന്നെ അവർ സംരക്ഷിക്കപ്പെടും. ഇങ്ങനെയാണല്ലോ. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏത് മേഖലകൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും എന്തുണ്ട്? ഇപ്പം കുടുംബത്തിലിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതിലാണത്ര ദൈവാനുഗ്രഹം ഉണ്ടാവുന്നത്. കാരണം ഈ പങ്കുവെപ്പും അതുപോലെ തന്നെ എല്ലാം ഉണ്ടല്ലോ. സാധാരണ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ആ അർത്ഥത്തിൽ വ്യത്യസ്തങ്ങളായ എല്ലാം കൈമാറ്റം ചെയ്യപ്പെടുക. അതൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ മെല്ലെ മെല്ലെ വരണ്ടു പോവുകയാണ് ചെയ്യുക മനുഷ്യ മനസ്സുകൾ. അപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം എന്നാണ്. അത് പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു കാര്യമില്ല. ഏത്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം. അത് വൃത്തിയുടെ ഭാഗമാണ്. വലത് കൈ കൊണ്ട് കഴിക്കണം. അത് ചിട്ടയുടെ ഭാഗമാണ്. ദൈവനാമത്തിൽ കഴിക്കണം. കാരണം ദൈവമാണ് എല്ലാം നൽകിയത്. അത് നന്ദി പ്രകടനത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല കഴിക്കുന്ന ഭക്ഷണം അനുവദനീയമാണോ എന്ന് നോക്കണം. അത് ജീവിത വിശുദ്ധിയിലേക്കുള്ള അധ്യാപനമാണ്. എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണം അനുവദനീയമാണോ എന്ന് നോക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ അന്നപാനീയങ്ങൾ അടക്കം നമ്മളുടെ എല്ലാ ഉപഭോഗ സാധനങ്ങൾക്കും എന്താണെന്നറിയോ? അത് സ്വയം നിഷിദ്ധമായവയുണ്ട് അതിലൊക്കെ. അതോടൊപ്പം അനുവദനീയമായതും ചിലപ്പോൾ നിഷിദ്ധമാകും. മനുഷ്യത്തിന് ദോഷം ചെയ്യുന്ന എല്ലാം നിഷിദ്ധമാണ്. അതുകൊണ്ടാണ് വെള്ളം കുടിക്കാൻ പക്ഷെ കള്ള് കുടിക്കരുത് എന്ന് പറയുന്നത്. ചായ കുടിക്കാൻ ചാരായം കുടിക്കരുത് എന്നാണ് പ്രവാചക അധ്യാപന. ഇതൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. തേൻ കുടിക്കാം, പക്ഷെ തെറ്റായ മാർഗത്തിൽ ലഭിച്ചത് തേനാണെങ്കിലും നിഷിദ്ധമാണ്. അങ്ങനെ തെറ്റായ മാർഗത്തിൽ ലഭിച്ചത് തേനാണെങ്കിലും നിഷിദ്ധം. അപ്പൊ തേന് ഹലാലാണ്, അനുവദനീയമാണ്. പക്ഷെ തെറ്റായ മാർഗത്തിൽ, അങ്ങനെ അനുവദനീയമായ കാര്യങ്ങൾ തന്നെ ശരിയായ മാർഗത്തിൽ ലഭിക്കണം. എന്ന് പറഞ്ഞാൽ എൻ്റെ വരുമാനത്തിൽ നയാ പൈസ തെറ്റായ മാർഗത്തിലുള്ളതില്ലെന്ന് ഉറപ്പുവരുത്തൽ. ദൈവപ്രീതിക്ക് കാരണമാവുക ഇത്തരം നിലപാടുകളാണെന്ന്. ദൈവത്തിന് അങ്ങോട്ട് കാശ് കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്ന പരിപാടി ഇല്ല. സ്വയം ജീവിതത്തെ സംസ്കരിച്ച് എന്താകണം? ദൈവപ്രീതി നേടണം. അങ്ങനെയാണ് ദൈവപ്രീതി നേടേണ്ടത്. അവിടെയും തീരുന്നില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ സത്യവിശ്വാസിയല്ല. സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ. സ്വന്തം വിശപ്പ് മാത്രം അറിഞ്ഞാൽ പോരാ. അതിനപ്പുറത്ത് അയൽവാസിയുടെ വിശപ്പിനെയും സ്വന്തം വിശപ്പായി കണ്ടത് പരിഹരിക്കാൻ ബാധ്യസ്ഥനാണ് വിശ്വാസി. എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടുള്ള ചില അതിലൊതുങ്ങുന്ന ഒരു കാര്യമല്ല. അതിനപ്പുറത്ത് അത് സൃഷ്ടികളോടുള്ള കടപ്പാടുകളുമായി കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലേ? അത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശപ്പുണ്ടല്ലോ, അതൊരു തിന്മയാണ്. അത് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണ്. അത് എത്രത്തോളം ജീവജാലങ്ങളുടെ കാര്യത്തിൽ വരെ അതിൽ ശ്രദ്ധയുണ്ടാകണമെന്നാണ്.
അതുകൊണ്ടാണ് പ്രവാചകന്റെ പാഠശാലയിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ട ഖലീഫ ഉമർ, പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളാണ് ഖലീഫ, രണ്ടാം ഖലീഫയായിരുന്ന അദ്ദേഹം പലപ്പോഴും ജനങ്ങളുടെ ക്ഷേമം അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രാത്രിയിൽ വരെ ഇറങ്ങി നടക്കുന്നു. അതിന് കാരണം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാം, അത്രത്തോളം അസ്വസ്ഥപ്പെടാനുള്ള കാരണം പറഞ്ഞത്, യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി വിശന്നു മരിച്ചാൽ അതിൻ്റെ പേരിൽ ഞാൻ നാളെ ദൈവത്തോട് മറുപടി പറയേണ്ടി വരുമല്ലോ എന്നാണ്. ഇത് ജീവജാലങ്ങൾക്ക് വിശപ്പുണ്ടായാൽ പോലും അതിന് കാരണം ആരാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണാധികാരിയായിരിക്കും അതിന് ഉത്തരവാദി, ഭരണാധികാരി. അപ്പോൾ ഈ അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികഭാരമാണ്. അത് അഹങ്കാരത്തിനുള്ളതോ ആഡംബരത്തിനുള്ളതോ അല്ല, അത് അധികഭാരമാണ്. അത് സ്വർഗത്തിനും നരകത്തിനും കാരണമാകുന്ന ഒരു ദൗത്യമാണ്, ഒരു ബാധ്യതയാണ്. ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ആ ഒരു ബാധ്യത, അതുകൊണ്ടാണ് പ്രവാചകൻ ഖലീഫ ഉമർ ഈജിപ്തിലേക്ക് ഒരു ഗവർണറെ നിയമിക്കുന്ന സമയത്ത് ഗവർണറെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ പ്രദേശത്ത് ആരെങ്കിലും മോഷ്ടിച്ചാൽ താങ്കൾ എന്ത് ശിക്ഷയാണ് കൊടുക്കുക? അപ്പോൾ ഗവർണറുടെ മറുപടി, കരച്ഛേദമല്ലാതെ മറ്റെന്ത് ശിക്ഷ കൊടുക്കാനാണ്? ഉടനെ തന്നെ ഖലീഫ ഉമറിൻ്റെ അദ്ദേഹത്തോടുള്ള പ്രതികരണം, താങ്കളുടെ പ്രദേശത്ത് ആരെങ്കിലും ഒരാൾ വിശന്നതിൻ്റെ പേരിൽ മോഷ്ടിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ ആദ്യം വെട്ടിയെറിയുക താങ്കളുടെ കരങ്ങളായിരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഗവർണറായി അവിടെ ഭരിക്കുമ്പോൾ ആളുകളുടെ വിശപ്പടക്കൽ, അവർ പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തൽ ഭരണാധികാരിക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട്. വിശന്നതിൻ്റെ പേരിൽ ഒരു മധുവിനെ തല്ലിക്കൊന്ന നാട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ 6 നൂറ്റാണ്ടുകൾക്ക് ആ കാലത്ത് പറഞ്ഞ അധ്യാപനത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിശന്നതിൻ്റെ പേരിൽ ഒരാൾ മോഷ്ടിച്ചാൽ കുറ്റവാളി ഭരണാധികാരിയാണ്. കാരണം വിശപ്പ് പരിഹരിക്കുക ഈ ഉത്തരവാദിത്വം ഭരണാധികാരിക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ തുടങ്ങി നമ്മൾ ആലോചിച്ചു, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഈ അർത്ഥത്തിൽ വെളിച്ചം വിതറിയ ഒരു പ്രവാചകൻ. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഏത് അധ്യാപന മനുഷ്യൻ പിൻപറ്റിയോ അവിടെ എന്തായിരിക്കും? മനുഷ്യത്വം പുത്തുലയും. ഇതാണ് ആ അധ്യാപനത്തിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ജീവിതത്തിൽ ഉടനീളം മനുഷ്യൻ ജീവിച്ചാൽ, എല്ലായിടത്തും സൂക്ഷ്മത പാലിച്ച് ജീവിച്ചാൽ, അങ്ങനെ ജീവിക്കുന്നവർക്കുള്ളതാണ് സ്വർഗമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗം, മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം വരാനിരിക്കുന്നുണ്ട്. ഇത് പ്രവാചകൻ നിരന്തരമായി മനുഷ്യനെ പഠിപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ ആ പറഞ്ഞ കാര്യം, കാരണം മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടെന്ന കാര്യം ഇതെല്ലാ പ്രവാചകന്മാരും പഠിച്ചിട്ടുണ്ട്. വേദങ്ങളിലെല്ലാം നമുക്കത് കാണാൻ പറ്റും. അതില്ലാത്തതാണെങ്കിൽ, മിക്ക ആളുകളുടെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ദൈവത്തിലൊക്കെ വിശ്വാസം ഉണ്ടാവും, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടെന്ന കാര്യത്തിൽ പലർക്കും വിശ്വാസമില്ല. പക്ഷെ അതില്ലാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ പറഞ്ഞത് കളവല്ലേ? ഇല്ലാത്തതാണെങ്കിൽ കളവാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ കളവ് പറഞ്ഞുകൊണ്ട്, കാരണം അത് കളവാണെങ്കിൽ ആ കാലഘട്ടത്തിൽ സ്വന്തം ജനതയോട് ഏറ്റവും കൂടുതൽ കളവ് പറഞ്ഞ മനുഷ്യനാരായിരിക്കും? മുഹമ്മദ് നബി ആയിരിക്കും. കാരണം എന്താ? ഇതില്ലാത്തതാണെങ്കിൽ കളവാണല്ലോ. കാരണം നിരന്തരമായി ഈ ലോക ജീവിതം നശ്വരമാണ്, അനശ്വരമായ ജീവിതം വരാനിരിക്കുന്നു. ഇതൊരു കൃഷിയിടം പോലെയാണ്, യഥാർത്ഥ വിളവെടുപ്പ് ലോകം വരാനിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തെ സംസ്കരിച്ച് ഇതിങ്ങനെ നിരന്തരം പഠിപ്പിക്കുകയാണ് പ്രവാചകൻ. ഇതില്ലാത്തതാണെങ്കിൽ കളവാണ്. ഇനി നമ്മളൊന്ന് ആലോചിക്കുക, അത് കളവാണെങ്കിൽ അധർമ്മത്തിൽ ആണ്ട് കിടക്കുന്ന ഒരു ജനതയോട് നിരന്തരം പച്ച കളവ് പറഞ്ഞുകൊണ്ട് തിന്മയിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക്, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റുമെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, തിന്മയിലൂടെയും മനുഷ്യനെ നന്മയിലേക്ക്, പിന്നെ ഈ കളവിലൂടെയും മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്നുവെങ്കിൽ, നമ്മുടെ കുട്ടികളൊക്കെ കളവ് പറയുമ്പോൾ മോനെ അല്ലെങ്കിൽ മോളെ കളവ് പറയരുതേ എന്ന് പറയുന്നതിന് പോലും ഒരു അർത്ഥമില്ലല്ലോ. എന്നാൽ നമ്മളുടെ മനസാക്ഷി തന്നെ പറയുന്നു എന്ത്? കളവ് പറഞ്ഞുകൊണ്ട് നന്മ സ്ഥാപിക്കൽ, കളവ് പറഞ്ഞുകൊണ്ട് ധർമ്മം സ്ഥാപിക്കൽ അസാധ്യമാണ്. ഒരു കാര്യത്തിലൊക്കെ ഭയപ്പെടുത്തി നിർത്താൻ പറ്റും, ഇത് ജീവിതത്തിലുടനീളമാണ്. അപ്പം തത്വം സത്യമാണെങ്കിൽ അതിൻ്റെ പ്രയോഗം നന്മയാകും. അപ്പോൾ പ്രവാചകൻ പറഞ്ഞ തത്വം സത്യമാണ്, അതുകൊണ്ട് തന്നെ അത് പ്രയോഗിച്ചാൽ അവിടെയൊക്കെ നന്മ പുലരും. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ ഹിർക്കൽ ചക്രവർത്തിയുമായി അബൂ സുഫിയാൻ ഒരു സംഭാഷണം നടത്തുന്നുണ്ട്. പ്രവാചകൻ നിയോഗിക്കപ്പെട്ട ആ ഒരു സന്ദർഭത്തിലാണ്. ആദ്യ ശത്രുക്കളിൽ ഒരാളാണ് അബൂ സുഫിയാൻ. അങ്ങനെ ഹിർക്കൽ ചക്രവർത്തിയോട് ഇങ്ങനെ പ്രവാചകത്വം വാദിച്ച ഒരാൾ മുഹമ്മദ് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹിർക്കൽ ചക്രവർത്തി മുഹമ്മദിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചറിയുന്നതിൻ്റെ കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട്, മുഹമ്മദ് കളവ് പറയാറുണ്ടോ? അപ്പോൾ ആ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ പറയുന്നുണ്ട്, ഇല്ല, അവൻ കളവ് പറയാറില്ല, സത്യസന്ധനാണ്. അൽ-അമീൻ എന്നാണ് അവിടെയുള്ള ആളുകൾ വിളിച്ചിരുന്നത് തന്നെ. ആ സന്ദർഭത്തിൽ ഹിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ?
അബൂ സുഫിയാനോട് ചോദിച്ചത്, ദൈവദാസന്മാരോട് കളവ് പറയാത്ത ഒരാൾ ദൈവത്തിൻ്റെ പേരിൽ കളവ് പറയുമോ? മാനുഷിക വിഷയങ്ങളിലൊക്കെയും സത്യം പറയുന്ന ഒരാൾ ദൈവിക വിഷയങ്ങളിൽ കളവ് പറയുമോ? നമ്മളുടെ മനസാക്ഷി എന്താ നമ്മളോട് പറയുന്നത്? പറയുകയില്ല എന്നാണ്. എങ്കിൽ ആ പറഞ്ഞതൊക്കെയും സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇഹലോക ജീവിതം നശ്വരമാണ്, അനശ്വരമായ ജീവിതം വരാനിരിക്കുന്നു. അപ്പം ആ ജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തെ എന്ത് ചെയ്യേണ്ടത്? ഈ ലോക ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. പരലോക ജീവിതത്തെ ലക്ഷ്യം വെച്ച് ഇഹലോക ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ അതിങ്ങനെയൊക്കെ ചെയ്യണം. ഇതാണ് പഠിപ്പിച്ചത് പ്രവാചകൻ. ഈ പ്രവാചകന്മാർ മതങ്ങളുണ്ടാക്കാൻ വന്നവരല്ല, അവർ മനുഷ്യനെ ജീവിതം പഠിപ്പിക്കാൻ വന്നവരാണ്. ആ അർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തെ അങ്ങനെ വരുമ്പോഴാണ് മാറ്റുന്നതോടുകൂടി ധർമ്മം പുലരും. അപ്പോഴാണ് നന്മ പുലരുക, അല്ലെ? മനുഷ്യനാവുക. അതിൻ്റെ പ്രതിഫലമാണ് സ്വർഗം എന്ന് പറയുന്നത്. അത് ശാശ്വതമാണ്, ഇത് നശ്വരമാണ്. റ എന്നുള്ളൊരു അക്ഷരം നമ്മൾ സങ്കല്പിക്കുക, അതിൻ്റെ ഒരു ഇട മാത്രമാണ് ഐഹിക ജീവിതം. മരിക്കുന്നതോടുകൂടി ഇട തൂരും, പിന്നെ അതൊരു വൃത്തമായി മാറും, പിന്നെ അതിന് അന്ത്യമില്ല, പിന്നെ അത് തുടരും. അതാണ് ശാശ്വതമായ ഒരു ജീവിതം. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ കെട്ടിപ്പിണഞ്ഞ് ആ ജീവിതത്തെ നഷ്ടപ്പെടുത്തരുത് എന്നതാണ് പ്രവാചകാധ്യാപനത്തിൻ്റെ കാതലായ ഒരു വശം. ഇതൊരു ഉത്ബോധമായി മാറുന്നതോടുകൂടി പിന്നെന്തായിരിക്കും? നമ്മൾ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരു അദൃശ്യ മേൽനോട്ടമുണ്ടെന്ന ബോധം നമ്മളെ എന്തിലേക്ക് നയിക്കും? ജീവിത വിശുദ്ധിയിലേക്ക് നയിക്കും. ഈ അർത്ഥത്തിൽ ജീവിതത്തെ വിശുദ്ധമാക്കാൻ ഉതകുന്ന എല്ലാ അധ്യാപനങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്, വിശകലനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി.